അഷ്റഫേ ആടെ അധികം പോകണ്ടോ? മുകളിലേക്ക് വന്നിരുന്നിട്ടോ അതേപോലെ പോലെ ഒന്നുകൂടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം ഗുഹക്കോണ് ബൈക്കിലെത്തി കയറുന്ന സ്ഥലമാണ് ചുള്ളിക്കൂട് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ കയറി നോക്കുക അവിടെ എന്താ സംഭവം. ആദ്യമായിട്ട് കയറി വെക്കണം, ഫസ്റ്റായിട്ട് കയറി വെക്കണം. നമുക്ക് സംഭവം ഒന്നും അറിയില്ല, പോയിട്ട് എന്താന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം. കൂടെ പോകുന്ന ആൾക്കാർ ഒന്ന് ഫാസില് അഷ്റഫേ, ഇതാ അഷ്റഫ് ഇവരായിട്ടുള്ളത്. അപ്പോൾ കയറുന്ന വയ്യാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കയറി വെക്കാം. ആ പറയും എടാ, എനിക്ക് എന്റെ കാട്ടി എന്റെ തീർക്കല്ലേ. ആ കേറി പോണ വയ്യാണ്. അത് പറഞ്ഞോ. പിന്നെ മലപ്പുറം ജില്ലയെ വെച്ചിട്ട് ഏറ്റവും സേഫ് ഇല്ലാത്ത ഒരു ഏരിയ ആണിത്. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ ഏകദേശം 1995 പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അന്നൊരു ബ്രിട്ടന്റെ രാജാവായ സെലൻസ്കി അന്ന് യുദ്ധത്തിന്റെ ഓരോ ഘട്ടങ്ങൾ മീൻസ് ഗൺസ് കാര്യങ്ങളൊക്കെ കൊച്ചിട്ടൊക്കെ ഉണ്ടാക്കി എന്നാണ് ഗുഹ. പിന്നെ അതിന് ശേഷം മൃഗങ്ങൾ കീഴടക്കി. എല്ലാവരും പിന്നെ 1900 എത്ര നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പിന്നെ മൃഗങ്ങൾ കീഴടക്കിയതിന് ശേഷം പിന്നെ മനുഷ്യന്മാർ പിന്നെയും കീഴടക്കി. ആ ഗുഹയിലേക്ക് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഫോൾട്ടാണ്. ക്യാപ്റ്റൻ അഷ്റഫ് ആണ്. അവിടെ എന്തൊക്കെയാ സ്മെല്ലൊക്കെ ഉണ്ടോ? റബ്ബറാണ്. അത് ഫുള്ള് റബ്ബർ തോട്ടല്ലേ. അതാണ് റബ്ബർ, കണ്ടില്ലേ? ഇത് തറയില്ലടാ. ഈ റബ്ബറുടെ ചരിത്രം എന്ന് പറഞ്ഞാല് 1990 എൻ്റെ വല്യാപ്പ കാതറാക്ക ഈ റബ്ബർ കണ്ടുപിടിച്ചു. അന്നേ കുറേ റബ്ബർ തോട്ടമൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, മീൻസ് കുടുംബത്തൊത്തായി ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ സ്വത്തും എല്ലാവരും കൊണ്ടുപോയി. ഒന്നും കാര്യം ഇപ്പൊ പാപ്പറായി കിടക്കും. മതി ഫാസിലേ, ആവാ. എവിടെ അഷ്റഫേ? ജോട്ടടാ അഷ്റഫേ. അഷ്റഫ് ഇവിടെ ഇവിടെ ഒളിച്ചിക്ക, ഇവിടെ ഒളിച്ചിക്ക. ആളെ നമുക്ക് മുണ്ടാന്ന് ആളെ കടിപ്പിച്ചേ. ആളെ കിട്ടി നാളെ അവിടെ എന്റെ ഭാഗം കണ്ടില്ലേ.
എന്താ സംഭവം കണ്ടിട്ട് എന്റെ പേരുടെ അടിയിലുണ്ടല്ലോ എന്റെ പേരുടെ അടിയിലോ? ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളോടെ അറിയോ ചുള്ളിക്കോട് മലന്റെ ഗുഹ ഈ കാകം അടിക്ക് എന്താ പാടുന്നല്ല ഡേഞ്ചർ സ്ഥലമാണ്. കാരണം ഇവിടെ എത്തിയിട്ട് ഉള്ളിൽ എന്തൊക്കെ സൗണ്ട് ആയതുകൊണ്ടല്ലേ ഉള്ളിൽ പോകാനുള്ള പരിപാടിയിലാണ്. ഉള്ളിൽ അതൊന്നും പോരാ, സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഡേഞ്ചർ ആണ്. കാരണം ഇതിനുള്ളിൽ പല സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചു തരാം. ഇതാണ് ഗുഹന്റെ ഭാഗം. അല്ല കൊറേ ഉണ്ടല്ലോ. ഒരു മിനിറ്റ് ഫ്ലാഷ് ആയിക്കാതെ ചങ്ങായിമാരെ. വള്ളൊക്കെ കിട്ടണല്ലോ. ഇതെന്താല്ലേ അഷ്റഫേ? അധികം പോകണ്ടോ? അതിനുള്ളിൽ വെള്ളം ഇടിയോ? അടക്ക് ഒരു മിനിറ്റ് ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടെ. അതിനുള്ള എത്ര പോകണ്ട്? ക്യാമറ നാലിനോ? നോക്കിയാ ക്യാമറ ഇരിക്കാനുണ്ടോ? ഇങ്ങോട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പോകല്ല. ആ രണ്ട് പോകുള്ളൂ. ഒന്ന് അങ്ങോട്ട് ആൾക്കാർക്ക് പോകണ്ടല്ലോ. ഇവിടുന്ന് ഇവിടെ ഒന്ന് പോകണ്ടേ. ഇവിടെ അടിയിക്കൊന്ന് പോണേ, മേലോട്ട് അങ്ങോട്ടൊന്ന് പോണേ, ഇങ്ങോട്ട് ഉള്ളോട്ട് പോണേ. ആ ഗുണല്ല അത് ജസ്റ്റ് സ്ഥലം അടിപൊളി. ഒട്ടും പോയാൽ തെറ്റേന്. പക്ഷെ എനിക്ക് യാത്രതേനും കുറവാ ഇപ്പൊ കാര്യത്തിൽ. വെള്ളം വേണ്ടാ മേലിന് ഇടിയും ചാൻസ് ഉണ്ട്. കാരണം വെള്ളം ഒന്നായിട്ട് വരുന്നുണ്ട്. ഹലോ അതിനടിച്ചോണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോണേ. ആൾക്കാര് പോകണ്ടടാ. ഇല്ലില്ല ജീവനോട് അടി കിട്ടും. പേടിക്കണ്ട ശശോഫേ, ഇവിടേക്ക് ആൾക്കാർ പോകണ്ടടാ. ഇതൊക്കെയാണോ? പോയിക്കാലോ. ഇതടിക്കോ? ഇതടിക്കല്ല അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പോവാ. ഇവിടെ താഴ്ചയുണ്ട്. അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടാ കഴിഞ്ഞോ? അല്ല അവിടേക്കുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞോ? ആ വേണ്ട അങ്ങോട്ട് നോക്കി വെക്കാം. ഇങ്ങോട്ടോ തരട്ടെ. ഇവിടെ ആൾക്കാർ കയറുണ്ട്. ആ ഫോൺ നോക്കിയോട്ടോ. വലിയ ടോർച്ച് വേണ്ടി നമുക്ക്. വലിയ ടോർച്ചാണ്. എന്താ നമുക്കറിയാൻ പറ്റും. ഉള്ളിൽ കാണണ്ട. പക്ഷെ ഉള്ളിൽ കാണില്ല ചെയ്തു. നല്ല അടിപൊളി മണ്ണ്. പോരാ ഹലോ ഗൈസ്, നമ്മൾ ഇതിന്റെ ഉള്ളിലാണുള്ളത്. കണ്ടില്ലേ? ഇതിന്റെ ഉൾഭാഗത്താണുള്ളത്. കണ്ടേ? അവിടെ നിന്നുള്ള വെളിച്ചിറങ്ങണം. നമ്മൾ ഇത്രങ്ങാനും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇനി ഉള്ളിലേക്ക് പോകാനുള്ളത് ഉണ്ട്. കണ്ടില്ലേ? ആ അസർഫ് ആ ഭാഗത്ത്. ഏതായാലും പോയല്ലേ പോയിട്ട് ഒറ്റ വീട് ഇങ്ങനെ പതക്കെടുത്ത് വന്നു. പാമ്പോട്ട് സംഭവം പറഞ്ഞാലേ
രണ്ട് പാമ്പൂട്ടാണ് തുമ്മി എടുത്തോ. ആ പാമ്പിന് വിട്ടുവാണെങ്കിൽ തുമ്മി എടുത്തോ. വേണ്ടതേ ഇതിപ്പോ തള്ള ഉടനെ കണ്ടോ കുറച്ചുകൂടി കൊടുക്കാം വയ്ക്കോ. ഓ ധൈര്യത്തോടാ കഴിഞ്ഞ പാമ്പനോട്ടോട് ഉള്ളില അങ്ങോട്ട് കണ്ടോ ഉള്ളില ചെറിയ മുട്ടടോ. ആ ഡേഞ്ചർ ഇറ്റ്സ് നോട്ട് ഡേഞ്ചർ മാൻ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അല്ല മൂർഖന്മാർ അതൊക്കെ അപ്പൊ നമ്മൾ ഇതിനുള്ളിൽ ഇറങ്ങാണ്. കാരണം എന്താ പറയുക, ഇതിനുള്ളിൽ ധൈര്യം ചെറുക്കാറ് ഡേഞ്ചർ സ്പേസ് അതിലിട്ടെ ഞാൻ കാലം കയറട്ടെ. അതില്ല അതൊക്കെ കേട്ടോ. ആ ലെവല് മുകളിലേക്ക് വന്നിട്ടോ. അതേപോലെ പോരും ഒന്നുകൂടി ആ നീച്ചോ 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 നോക്കട്ടാ നോക്കടാ. സേഫ്റ്റി ഓക്കെ ഗൈസ് ഗൈസ് ഗൈസ്. ഓ മാൻ പാമ്പിന് ഇവിടെ ഇറങ്ങിയാൻ പോന്ന്. അപ്പൊ നമ്മള് അതിനോടൊന്ന് പുറത്തിറങ്ങി. കാരണം എന്താ പറയുക, അവിടെ പാമ്പിന്റെ മുട്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഒരു സേഫ്റ്റി അല്ല. കാരണം അതങ്ങാൻ പുറത്തൊക്കെ ഇവിടെ ഒളിച്ചിക്കേ അതിന് അറ്റാക്ക് ചെയ്യാൻ വരുന്നതുകൊണ്ട് ആക്രമിക്കോ. അതുകൊണ്ട് പോയാൽ പുറത്ത് ആകെ വിയർത്ത് കുളിച്ചിട്ടാണ് അല്ലേ. എന്റെ ഭയങ്കര ചൂടന്നെ ഉള്ളത്. അത് പോകേണ്ട കാഴ്ച തന്നെയാണ്. ഇത് പ്രൈവറ്റ് സ്ഥലം, റോഡിന്റെ സൈഡ് തന്നെയാണ് ഈ സ്ഥലം. ഞാൻ കാണിച്ചുതരാം. ഇത് റോഡിന്റെ ഞങ്ങൾ ഇറങ്ങി വരുന്ന സ്ഥലം കാണിച്ചുതരാം. ഇതാണ് റോഡിന്റെ സൈഡാണ് കാണുന്നത്. അവിടെയാണ് ഗുഹ കണ്ടില്ലേ. ഗുഹന്റെ ഭാഗമാണ്. നമ്മളിത് ഇറങ്ങിയിട്ടാ അടിയിക്കറങ്ങി റോഡിന്റെ സൈഡ് കണ്ടില്ലേ. ഫോണ് അതാണ് റോഡാണ്. റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലേ ആ സ്ഥലം. അപ്പൊ നമ്മളുള്ളത് ചൊല്ലിക്കൂട് പറഞ്ഞ ഭാഗത്ത്. അപ്പൊ നേരത്തെ ഗുഹ ഉണ്ട്. ഞാൻ അടുത്ത പോണ ആൾക്കാരോ വെള്ളച്ചാട്ടം. ഇവിടെ താഴത്തെ തന്നെ വെള്ളച്ചാട്ടം ഉണ്ട്. ചെറിയ വെള്ളച്ചാട്ടമാണ്. അപ്പൊ ഏതായാലും വന്നതല്ലേ ഇപ്പൊ കണ്ടിട്ട് പോയോക്കുക. പിന്നെ കുളിക്കാനൊക്കെ ഒറ്റക്ക് കുളിക്കൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുള്ളിക്കോടിന്ന് ഓമാനൂർ മുണ്ടക്ക റോഡാണ്. അത് ചുള്ളിക്കോടല്ല, കീശ്ശേരി ടു ഓമാനൂർ റോഡ്. ആ റോഡിലാണ് ഈ സ്ഥലം. ആ പോണ വഴിക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, പോകുന്ന ഭാഗത്തിനെന്താ ഈ കാണുന്ന ചടമുണ്ടയിൽ ഭഗവതി ക്ഷേത്രം എന്ന റോഡ് കാണും. ഇതായി പോണ റോഡ്. ഈ റോഡിന് പോകണതാണ്. അതിന് ഇനി ഗുഹ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന ഇടവഴി ഉണ്ട്. തൊട്ടടുത്ത് തന്നെ കാണുന്ന ഈ ഇടവഴി അത് ആ റോഡാട്ടോ. നേരെ ഗുഹൻ്റെ മുകൾക്ക് പോകണേ. കുറച്ച് കയറാനുള്ളൂ. ഒരു 50 അടി മുകൾക്കട് കയറി അടത്തും. നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾ ഇവിടെ പോയി വെക്കുക, അതായത് വെള്ളച്ചാട്ടത്തിൽ. ആ കാണുന്ന വ്യൂ ഉണ്ടല്ലേ ഞങ്ങൾ. അതായത് ഫുൾ മലകളും ഇതൊക്കെ. അതിലേക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണം. ഫുള്ള ചെക്കന്മാരത് അവിടെ. താഴത്തേക്ക് ഇറങ്ങാനുള്ള വയ്യാണ് കാണുന്നത്. അപ്പോൾ ആ റോട്ട് മൂന്ന് നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ പ്രവേശനമില്ല. പോയി നോക്കാം. അതൊക്കെ കണ്ട് വെള്ളച്ചാട്ടമാണ് കണ്ടത്. മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് പറയണ്ടേ, തോടാട്ടോ അല്ലേ. താഴത്തേക്ക് പോവാണ്. കണ്ടേ ബാക്കിൽ വെള്ളച്ചാട്ടം വരുന്നത് മുകളിൽ നിന്ന് വരുന്നതാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ എത്തിയപ്പോ വെള്ളച്ചാട്ടം കണ്ട് അതേമാതിരി ഗുഹയും ഇത് രണ്ടും കണ്ടിട്ടോ. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മുതലാവും. കുളിച്ചോനൊക്കെ കുളിച്ചാ. പക്ഷെ നല്ല വെള്ളം ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം തോടുന്ന് വരുന്ന വെള്ളമാണ്. ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വെള്ളം തിളക്കണത്. അപ്പൊ വരുന്നവർക്ക് അതായത് ഗുഹന്റെ തൊട്ട താഴത്ത് കുറച്ചൊരു അടിയിൽ ഇറങ്ങിയാൽ വെള്ളച്ചാട്ടത്തിന് സാധിക്കും. മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് മാത്രമേ ഈ വെള്ളം വരുള്ളൂ. ബാക്കി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം സാധനം ഉണ്ടാവില്ല. അപ്പോൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. കാരണം ഇവിടെ സ്ലിപ്പാണ് സ്ഥലങ്ങൾ, നല്ല സ്ലിപ്പാവുകയൊക്കെ ചെയ്യും. പിന്നെ ബാക്കിൽ കാണുന്ന ഫുൾ അല്ലേ കവുന്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രൈവറ്റ് സ്ഥലമാണ്. അപ്പോൾ കയ്യിലെന്താ പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട്
അധികം ആള് വന്നു കഴിഞ്ഞാൽ അമ്പാക്കി കഴിഞ്ഞാൽ മിക്കവാറും ഇതൊക്കെ ഇവിടെ വരലും ചോദിക്കും. അതൊക്കെ അതൊക്കെ ശരിക്കും ഉണ്ടാവുക. അപ്പൊ കഴിഞ്ഞതും മഴക്കാലത്ത് വരാൻ നോക്കുക, അത്രേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഏതായാലും പോവാണ്. ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ നട്ട് ഉച്ചയാണ് സമയം, 2 മണിയായിട്ട് അയക്കണേ. ഞങ്ങൾ ഇനി കയറി പോവാണ്. ഇനി നേരെ വീട്ടിൽ പോകണം, കുറെ നേരമായി വന്നിട്ടേ. അപ്പൊ നമ്മള് പോവാണ്. എന്താ കൊയങ്ങിക്കണ്, സ്വീകരിച്ചു. ശുഭനിദ്ര. ഇത് കഴിഞ്ഞ് ചിക്കൻ ബിരിയാണി ഷെയ്മ് വാങ്ങിയതാരാണ് വീഡിയോയിൽ പറഞ്ഞു. വാങ്ങിയില്ല, ഞാൻ വ്ളോഗിലിടും. ഞാൻ പറയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പോയി. ഏതായാലും ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ ഒഴിവുണ്ടാവുമ്പോ എടുത്തിടാം. അപ്പൊ എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, പിന്നെ എന്തോ ചെയ്യണ്ടല്ലോ, പിന്നെ എന്തുണ്ട് ഷെയർ ചെയ്യാം, പിന്നെ ആവശ്യമുള്ള കമന്റ് അടിക്കുക. അത്രേ ഉള്ളൂ. ആവശ്യമുള്ള നിങ്ങളുടെ കമന്റാണ് ഞങ്ങൾ വിജയം. നെക്സ്റ്റ് വീഡിയോക്ക് പിന്നെ കാണാം.